ഹലോ, വെൽക്കം ടു ഡ്രാമ വേൾഡ്. ഇന്ന് നമ്മൾ വെൻ ലൈഫ് ഗീവ്സ് യു ടാൻജറിൻസിൻ്റെ 3rd എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ എസനും ഗ്വാൻസിക്കും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഗ്വാൻസിക്കിനെ ഇങ്ങനെ അടിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്താ തല ഉയർത്തി പിടിച്ചിരിക്കുന്നത്, തല താഴ്ത്തി വെക്കെന്ന് പറഞ്ഞ് ഗ്വാൻസിക്കിനെ അടിക്കുകയാണ്. അങ്ങനെ എസനെ അടിക്കാനായിട്ട് വരുമ്പോൾ ഗ്വാൻസിക്ക് കൈ വെച്ചത് തടയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഫ്രണ്ടിലിരിക്കുന്ന പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറയാൻ, ഇത് എത്ര മനോഹരമാണ്, ഇവർ രണ്ടുപേരും ലവേഴ്സാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് മറ്റേ പോലീസുകാരൻ പറയാണ്, നിനക്ക് എത്ര ധൈര്യമുണ്ട് ഒരു സിറ്റിയുടെ വലിയ സീനിയർ ഓഫീസറിനെ തടയാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നമ്മുടെ ഗ്വാൻസിക്കിനെ അടിക്കാനായിട്ട് പോകുമ്പോൾ അത് എസൻ തടയുക. അവൾ പറഞ്ഞു, നിങ്ങളെന്താ ദൈവമാണോ, നിങ്ങൾ അടി തരുമ്പോൾ ഞങ്ങളത് കൊള്ളാൻ, ഇതൊക്കെ ഇല്ലീഗലാണ്, ഞങ്ങളെ ജയിലിൽ വിടുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് പോലീസുകാരൻ എസനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട്, നീ പുക വലിക്കാറില്ലേ, നീ ഇട്ടേക്കുന്ന ഡ്രസ്സ് എവിടുന്ന്, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുക. അവർ ഞങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഓടിപ്പോയി എന്ന് മാത്രമല്ലേ, വേറെ ഒന്നും അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വല്ലതും മോഷ്ടിക്കുകയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. എസൻ പറഞ്ഞു, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടുമില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ മൈനറാണ്, ഞങ്ങൾക്ക് വേണ്ടത് സംരക്ഷണം മാത്രമാണെന്ന്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ പേരൻസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുകയാണ്, അതുവരെ നിങ്ങൾക്ക് എന്താ ഇവിടെ ഞങ്ങൾ വല്ല ജോലിയും ചെയ്തു തരണമെന്ന്. അവൾ പറഞ്ഞു, അതുവരെ നിങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിക്കരുതെന്ന്. അപ്പം മുന്നിലിരുന്ന പോലീസുകാരൻ കൈയടിച്ചിട്ട് പറയാണ്, ഈ പെൺകുട്ടിയെ നമുക്ക് നമ്മുടെ നാഷണൽ അസംബ്ലിയിലോട്ട് വിടാമെന്ന്. എന്നിട്ട് ആ പോലീസുകാരൻ ചോദിക്കുകയാണ്, ഇവരുടെ പേരൻസിനെ എന്തിവരെ വിളിച്ചില്ലേന്ന്. അപ്പം വേറെ പോലീസുകാരൻ പറയുകയാണ്, ഗ്വാൻസിക്കിൻ്റെ അമ്മ വന്നിട്ടുണ്ടെന്ന്. അമ്മ ഗ്വാൻസിക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് ചോദിക്കുന്നത് ബാഗും സ്വർണവും ഒക്കെ എവിടെയെന്നാണ്. ഇതേ സമയം ഹോട്ടൽ ഓണറിൻ്റെ ഭാര്യയാണെങ്കിൽ സാധനങ്ങളും സ്വർണവും എല്ലാം വിൽക്കാനായിട്ട് ശ്രമിക്കുവാണ്. അവർ പറയുകയാണ്, ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ്. പക്ഷേ ആ ഷോപ്പ് ഓണറിന് മനസ്സിലായി ഇത് അവരുടെ അല്ല എന്ന്. എന്നിട്ട് അവർ ചോദിച്ചു, ഇതിനു മുമ്പ് വന്നപ്പോഴും വിവാഹ വാർഷികമാണെന്നല്ലേ പറഞ്ഞതെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്വാൻസിക്കിൻ്റെ അമ്മ ഹോട്ടലിൽ റൂം എടുക്കാൻ വരുന്നവരെല്ലാം തിരിച്ച് പറഞ്ഞു വിടുവാണ്, ഇവിടെ റൂം എടുക്കരുത്, ഇവർ നിങ്ങളുടെ സാധനങ്ങളെല്ലാം മോഷ്ടിക്കൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓണറിൻ്റെ വൈഫ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനെന്ന്. അപ്പം ഗ്വാൻസിക്കിൻ്റെ അമ്മ പറയുകയാണ്, എൻ്റെ സാധനങ്ങൾ കിട്ടാതെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോത്തില്ല, അതിന് എത്ര ദിവസമായാലും ഞാൻ ഇറങ്ങിപ്പോത്തില്ല എന്ന്. ഗ്വാൻസിക്കിൻ്റെ അമ്മ ചോദിച്ചു, എൻ്റെ ഗോൾഡൻ ഫ്രോഗ് എന്ത് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഏത് ഗോൾഡൻ ഫ്രോഗ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കള്ളിയാണ്, ഇവിടുന്ന് ഇറങ്ങിപ്പോ. അവരുടെ മകള് പറയാണ്, അതങ്ങ് കൊടുത്തേക്കമ്മേ. പിന്നെ ഓണറിൻ്റെ ഭാര്യ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഗ്വാൻസിക്കിൻ്റെ അമ്മ അവിടുന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന്. അങ്ങനെ അവർ തമ്മിലൊരു വലിയൊരു അടി തന്നെ ആവുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പോലീസ് എത്തുവാണ്. അങ്ങനെ പോലീസ് ഓണറിൻ്റെ ഭാര്യ അടുത്തോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ജ്വല്ലറി ഷോപ്പിൽ പോയത്, ഇത് നിങ്ങളുടെ 10ാമത്തെ തവണയല്ലേ നിങ്ങൾ ഈ കുറ്റം ചെയ്യുന്നത്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ ഗ്വാൻസിക്കും എസനും കൂടിയിട്ട് റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പം അവിടേക്ക് വന്ന ഓണറിൻ്റെ വൈഫ് പറയാണ്, നിങ്ങൾ ഒടിച്ച ഫാനിൻ്റെ പൈസയെങ്കിലും തന്നിട്ട് പോകുന്നു. അങ്ങനെ ആ ഓണറിൻ്റെ വൈഫ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും പോലീസ് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഗ്വാൻസിക്കിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് സന്തോഷത്തിൽ വെളിയിലോട്ട് വരുവാണ്. അമ്മ അങ്ങനെ ഗ്വാൻസിക്കിനോട് ചോദിക്കുകയാണ്, നീ എന്താ നിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ റിങ് എടുത്തില്ലേന്ന്. അപ്പം എസൻ പറയുകയാണ്, അതെല്ലാം ആ ബാഗിനുള്ളിലുണ്ടെന്ന്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്കൂളിൽ നിന്ന് എസനെ പുറത്താക്കുന്നതാണ്. അപ്പം വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അങ്കിള് അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നു. അങ്കിള് പറയുകയാണ്, ഞങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, നീ ഓടിപ്പോയതുകൊണ്ട്, നമ്മുടെ കുടുംബത്തിന് ഇത് ഏറ്റവും വലിയ നാണക്കേടാണ്. ഇതേ സമയം ഗ്വാൻസിക്കിനെ അവൻ്റെ അച്ഛൻ അടിക്കുവാണ്. നീ നിൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് ചിന്തിച്ചോ, ഞങ്ങളിനി മുതിർന്നവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഞാൻ മറ്റുള്ളവരോട് എന്ത് പറയും, എൻ്റെ മകൻ ഒരു അനാഥയായ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വന്നെന്നോ. അപ്പോഴാണ് ഗ്വാൻസിക്ക് അറിയുന്നത് എസനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കാര്യം. ഇതേസമയം എസനെ അങ്കിള് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു, ഗ്വാൻസിക്കിൻ്റെ വീട്ടിലോട്ട് പൊക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്ങനെ ഗ്വാൻസിക്ക് എസൻ്റെ വീട്ടിലോട്ട് ഓടി വന്നിട്ട് അമ്മൂമ്മയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എസനെ മാത്രം സ്കൂളിൽ നിന്ന് പുറത്താക്കിയതെന്ന്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ഒളിച്ചോടി പോയാൽ ആൺകുട്ടികളെ ഹീറോ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്, എന്നാൽ പെൺകുട്ടികളെ അങ്ങനല്ല, നീ അവളുടെ ഭാവിയാണ് നശിപ്പിച്ചത്. അപ്പോൾ എസൻ പറഞ്ഞു, അതെൻ്റെ ഐഡിയ ആയിരുന്നു, അവനൊന്നും അറിയത്തില്ല എന്ന്. അടുത്ത സീനിൽ ഗ്വാൻസിക്കിൻ്റെ അമ്മ എസനോട് ചോദിക്കുകയാണ്, നീ ഫുഡ് കഴിച്ചോ എന്ന്. അപ്പോൾ എസൻ പറഞ്ഞു, ഞാൻ കഴിച്ചു, ഞാൻ ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യാറില്ലെന്ന്. ഗ്വാൻസിക്കിൻ്റെ അമ്മ പറഞ്ഞു, ഗ്വാൻസിക്ക് ഒന്നും കഴിച്ചിട്ടില്ല, അവൻ്റെ അച്ഛൻ പറഞ്ഞു അവനൊന്നും കൊടുക്കണ്ടെന്ന്. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ
അമ്മുമ്മയെ ഒരിക്കലും എതിർക്കില്ല. എയ്സൻ അപ്പോൾ പറയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്വാൻസിക്ക് എസൻ്റെ അങ്കിളിനോട് സംസാരിക്കുന്നതാണ്. അങ്കിള് പറഞ്ഞു നിങ്ങളുടെ ഫാമിലിക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒരു സിൽവർ സ്പൂൺ പോലും ഇല്ല എന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് പറഞ്ഞു ഞാൻ എസനെ ഒരിക്കലും വിശന്നിരിക്കാൻ അനുവദിക്കില്ല, ഞാൻ അവളെ നന്നായി നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ അങ്കിള് ചോദിക്കുകയാണ് നിൻ്റെ ഫാമിലി ഇതിന് സമ്മതിക്കുമോ, പ്രത്യേകിച്ച് നിൻ്റെ അമ്മമ്മ. അവർ പറയുന്നത് എസൻ്റെ കൂടെ എസൻ്റെ അമ്മയുടെ ആത്മാവ് ഉണ്ടെന്നല്ലേ, നിൻ്റെ അമ്മമ്മ വലിയൊരു മന്ത്രവാദിയൊക്കെ അല്ലേ എന്ന്. നിനക്ക് നിൻ്റെ അമ്മമ്മയെ എതിർക്കാൻ കഴിയുമോ എന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് പറയുകയാണ് എസൻ എൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത്, അല്ലാതെ അമ്മമ്മയുടെ കൂടെയൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്കിള് ചോദിച്ചു നീ എന്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്ലാൻ വല്ലതും ഇടുന്നുണ്ടോ, അതോ നിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് വല്ല സ്ഥലവും ഉണ്ടോയെന്ന്. ഇതെല്ലാം കേട്ടിട്ട് എസൻ വന്നിട്ട് ഗ്വാൻസിക്കിനോട് ചോദിക്കുക നീ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്, ഇതെല്ലാം കേട്ടിട്ട് എന്നെ നോക്കിക്കൊള്ളാമെന്ന് പറയാൻ. എന്നിട്ട് ഗ്വാൻസിക്ക് ചോദിക്കുകയാണ് എസൻ ഇത്രയും മോശമായ മുറിയിലാണോ കഴിയുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനെ അവളെ കഷ്ടപ്പെടുത്തില്ല എന്ന്. എസൻ പറഞ്ഞു നീ എന്താ വിചാരിച്ചേക്കുന്നത്, നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എൻ്റെ വിവാഹമേ നടക്കില്ല, ഞാൻ നിന്നെക്കാളും ഭംഗിയും പൈസയും ഉള്ള ഒരാളെ കല്യാണം കഴിക്കും, ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ല. ഗ്വാൻസിക്കിന് എന്താ പറ്റിയെന്നൊന്നും മനസ്സിലാകുന്നില്ല, അവൾ എന്താ ഇങ്ങനെ പെട്ടെന്ന് മാറിയെന്നൊന്നും. അടുത്ത സീനിൽ കാണിക്കുന്നത് എസൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് സംസാരിക്കുന്നതാണ്. അയാളുടെ രണ്ടാമത്തെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ സിഒയിൽ നിന്ന് തന്നെ ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞത്. ഞാൻ കുറച്ചു നാൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെയാണ് പഠിച്ചതെല്ലാം, ഫസ്റ്റ് മാരേജിനൊക്കെ ശേഷമാണ് ഇവിടെ സെറ്റിൽഡ് ആയെന്ന്. അയാൾ പറഞ്ഞു പ്രണയിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല, എനിക്കിതിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാം, ഞാനത് വലിയ കാര്യങ്ങളൊന്നും ആക്കുന്നില്ലെന്ന്. അവളോട് ഒരു ആൻറ്റി പറയുകയാണ് ഇയാളുടെ സെക്കൻഡ് മാരേജ് ആണ് ഇത്, ഇയാളുടെ കയ്യിൽ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്, നല്ല പൈസയും ഉണ്ട്, ഇയാളുടെ കുട്ടികളെയൊക്കെ നല്ല നോക്കുവാണെങ്കിൽ നിനക്ക് ഏകദേശം 10 വർഷത്തിനുള്ളിൽ തന്നെ കോളേജിലോട്ട് പോവാന്ന്. ഇത് കേട്ടിട്ട് എസ് പറയുകയാണ് ഞാൻ ജനിച്ചത് തന്നെ ഒരു വേലക്കാരി ആവാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അവിടെ അങ്ങ് മഴ പെയ്യുകയാണ്. അപ്പം എസ് പറയുകയാണ് ഇതെൻ്റെ അമ്മ കരയുന്നതായിരിക്കും, ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്വാൻസിക്കിൻ്റെ അമ്മയായിട്ട് ജോലി ചെയ്യുന്ന അവർ വന്നിട്ട് ഗ്വാൻസിക്കിൻ്റെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ്. അവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ ഒരാൾക്ക് എസനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അവിടേക്ക് ഗ്വാൻസിക്ക് വരുവാണ്. അപ്പോഴാണ് അവൻ അറിയുന്നത് എസൻ്റെ വിവാഹം നടത്താൻ പോകുന്ന കാര്യം. അതേസമയം എസൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് സംസാരിക്കുവാണ്. അയാൾ പറയുകയാണ് മാരേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സാണ്, ഈ വെള്ള ഡ്രസ്സെല്ലാം ഫസ്റ്റ് മാരേജിനുള്ളതാണ്, നമ്മുടെ രണ്ടുപേരുടെ എന്തായാലും ഫസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞല്ലോ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ബുസാനിൽ നിങ്ങൾ പോയതിനെ കുറിച്ചാണ്. ഇതേസമയം ഗ്വാൻസിക്കാണെങ്കിൽ കുറേ മീനൊക്കെ ആയിട്ട് എസൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് അങ്കിളിനോട് പറയുകയാണ് ഞാൻ ഒരിക്കലും അവളെ വിശന്നിരിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അങ്കിള് പറയുകയാണ് ആരും ഫുഡിന് വേണ്ടി വിവാഹമൊന്നും കഴിക്കില്ല. അപ്പോൾ ഗ്വാൻസിക്ക് ചോദിക്കുവാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എസൻ്റെ അങ്കിളും മുത്തശ്ശിയൊക്കെ ആണോ, എനിക്ക് ചെറുപ്പം മുതലേ അറിയാം നിങ്ങൾ അവൾക്ക് നല്ല ഭക്ഷണമോ ഒന്നും കൊടുക്കാറില്ല എന്ന്. ഇപ്പോൾ ഇതാ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ 30 വയസ്സായ ഒരാൾക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഗ്വാൻസിക്ക് കരഞ്ഞുകൊണ്ട് പറയുവാണ് അവൾ പാവമാണ്, കാണാനും നല്ല രസമാണ്, നല്ല സ്മാർട്ടാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതെന്ന്. അപ്പോൾ അങ്കിള് പറയുകയാണ് നീ കരഞ്ഞോണ്ട് അവിടെ തന്നെ നിന്നോ. അപ്പോൾ വീണ്ടും ഗ്വാൻസിക്ക് പറയുകയാണ് ഞാൻ നന്നായിട്ട് അവളെ നോക്കിക്കൊള്ളാം, എനിക്ക് അവളെ വേണമെന്ന്. അങ്ങനെ അങ്കിള് പറയുകയാണ് ഞാനിനി എന്ത് വേണം, അവളെ പിടിച്ചുകൊണ്ട് വരണോ, അവളുടെ തീരുമാനമാണ് ഇങ്ങനെയുള്ളൊരു വിവാഹം. അവൻ ചോദിച്ചു ആരാണ് എസൻ്റെ മനസ്സ് മാറ്റിയതെന്ന്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു അത് നിൻ്റെ അമ്മയോട് ചോദിക്ക്, അവരാണ് എസനെ വിവാഹത്തിന് സമ്മതിപ്പിച്ചതാണ്. അങ്ങനെ അവ അവിടെ നിന്ന് പോയിട്ട് എസനും മറ്റേ അയാളും കൂടി സംസാരിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് എസനെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അവൻ അവളെയും കൊണ്ട് ഒരു പൂന്തോട്ടത്തിൻ്റെ നടുക്ക് എത്തുന്നു. നീ ഈ കല്യാണം കഴിക്കരുത്, എന്നെ വിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലിരുന്നൊരു മോതിരം എടുത്ത് എസൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എസൻ അവനോട് ചോദിച്ചു നമ്മൾ വീണ്ടും ഓടിപ്പോകാൻ പോവുകയാണോന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് അവളോട് ചോദിക്കുവാണ് നീ അയാളെ കല്യാണം കഴിക്കാൻ പോവുകയാണോന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അതെ ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എന്തിന്, ഇത് അയാളുടെ ഫസ്റ്റ് മാരേജ് പോലും അല്ല. അപ്പോൾ അവൾ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്കറിയാമെന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് ചോദിച്ചു എന്നിട്ട് എന്തിനാണെന്ന്. അവൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, എൻ്റെ സ്വപ്നങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, എനിക്കൊരിക്കലും കവിത എഴുതാൻ കഴിയില്ല, എനിക്ക് പഠിക്കാനും സാധിക്കില്ല. അവൻ പറഞ്ഞു ഞാൻ നിന്നെ നോക്കിക്കൊള്ളാമെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞതല്ലേന്ന്. അപ്പം എസ് എം പറയുകയാണ്
നിനക്ക് എനിക്ക് ഫുഡ് മാത്രമേ തരാൻ കഴിയൂ. പക്ഷെ അയാൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എന്നെ കോളേജിൽ വിടും. എനിക്ക് എൻ്റെ കവിതകളൊക്കെ എഴുതാം. അപ്പോൾ ഗ്വാൻസിക്ക് പറയുവാണ്, ഇതൊക്കെ ഞാനും ചെയ്യാം. ഞാൻ നിന്നെ പഠിക്കാൻ വിടാം. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം. അപ്പോൾ എസൻ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനിട്ട മോതിരം വലിച്ചെറിയുവാണ്. എന്നിട്ട് അവള് പറഞ്ഞു, എനിക്ക് മതിയായി. എന്നെ വേണ്ടാത്തൊരു ഫാമിലിയിൽ ജീവിച്ചിട്ട് എനിക്ക് ഇനി എൻ്റെ സ്വപ്നം കണ്ടതുപോലെ എനിക്ക് ജീവിക്കണം, സമ്പന്നയാവണം. ഒരുപക്ഷെ ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ലൈഫിനെക്കാട്ടിലും മോശം അവസ്ഥയായിരിക്കും എനിക്ക് ഉണ്ടാകുന്നത്. എനിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ലൈഫ് വേണം. അതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം എസൻ ആണെങ്കിൽ അവിടെ എല്ലാം മോതിരം തിരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അവിടെ എസന്റെ മകള് ചോദിക്കുകയാണ്, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഫാമിലിയിലോട്ട് വിവാഹം കഴിച്ചത്? അപ്പോൾ എസൻ പറഞ്ഞു, ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തതാണ്. അതിൽ എന്നെ മാത്രമേ കുറ്റം പറയാൻ കഴിയുള്ളൂ. അപ്പം എസന്റെ മകള് പറയാണ്, ഞാൻ ഒരിക്കലും അമ്മേനെ പോലെ ജീവിക്കില്ല എന്ന്. ഇത് കേട്ടിട്ട് എസൻ ഓർമ്മ വരുന്നത് മുമ്പ് ഗ്വാൻസിക്കിനോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഞാൻ സിയോയിൽ നിന്ന് ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന്. ആ തീരുമാനം തെറ്റായി പോയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എസൻ പറയാണ്, ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ കാണില്ല. അപ്പോൾ മകൾ പറഞ്ഞു, അമ്മയായിട്ടല്ല എസനായിട്ടാണെങ്കിൽ എന്തു പറയുന്നു? അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ കാണിക്കുന്നത് ഗ്വാൻസിക്കിൻ്റെ അമ്മയെയും അമ്മുമ്മയുമാണ്. അപ്പം അമ്മുമ്മ ചോദിക്കുവാണ് അമ്മയോട്, നീ എങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയത്? അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഗ്വാൻസിക്കിൻ്റെ അമ്മയോട് എസൻ ചോദിക്കുവാണ്, അവൻ മത്സരങ്ങളിൽ മെഡലൊക്കെ വിൻ ചെയ്യുന്നതിൻ്റെ അടുത്ത് എത്തി നിൽക്കുവാണോ? അവൻ ഇതുവരെ ആയിട്ടും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രീ ആയിട്ട് ബ്രെഡും മിൽക്കും കിട്ടുന്നത് കൊണ്ടാണ് അത്ലറ്റിക്സിൽ കയറിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും അവളെ കാരണം അവൻ്റെ കരിയറും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ടാണ് അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്. കോച്ച് അവനോട് പറയുവാണ്, നീ അവിടെ നന്നായി പെർഫോം ചെയ്താൽ നിനക്ക് അവിടെ ഗോൾഡ് മെഡൽ തന്നെ വിൻ ചെയ്യാം. അവിടെ മെയിൻ ലാൻഡിൽ പഠിക്കുകയും ചെയ്യാം. പിന്നെ നീ അവളെ അങ്ങ് മറന്നോളൂ. അപ്പോൾ ഗ്വാൻസിക്ക് പറയുവാണ്, അതിനുവേണ്ടി എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? അത് ശരിക്കുള്ള ഗോൾഡ് ഒന്നും അല്ല. എനിക്കിനി അത് വേണ്ട. അപ്പോൾ കോച്ച് ചോദിക്കുവാണ്, എന്താ നിന്റെ ജീവിതം തീർന്നോ? മെയിൻ ലാൻഡിൽ പോകണം, അവിടെ പഠിക്കണം, ഗോൾഡ് മെഡൽ വിൻ ചെയ്യണം എന്നതെല്ലാം നിന്റെ ആഗ്രഹമല്ലായിരുന്നു? ഗ്വാൻസിക്ക് പറയുവാണ്, എസൻ്റെ ആഗ്രഹം ഈ ഐലൻഡ് വിട്ട് പോകണമെന്നായിരുന്നു. എൻ്റെ ലൈഫ് മുഴുവനും അവൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ഈ 100 റൗണ്ട് ഓടിയത് തന്നെ അവൾക്ക് വേണ്ടിയായിരുന്നു എന്ന്. എനിക്ക് വട്ടാണോ 100 റൗണ്ട് ഓടാൻ? എനിക്കൊരു ബോക്സ് ഫുള്ള് ഗോൾഡ് തന്നാലും ഞാൻ പോവില്ലായിരുന്നു എന്ന്. എസന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൽ ചേർന്നത് തന്നെ. ഇതേസമയം എസൻ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷനിലാണ്. ഗ്വാൻസിക്ക് അന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയതിനെ കുറിച്ച് പറഞ്ഞ് അവർ രണ്ടുപേരും തമ്മിലൊരു ചെറിയ വഴക്ക് പോലെ ഉണ്ടാവുന്നുണ്ട്. എസൻ ചോദിച്ചു, ഇത്ര വലുതായിട്ട് എന്തിനാണ് നിങ്ങളൊരു കുട്ടിയെ വിവാഹം കഴിക്കുന്നതെന്ന്. അപ്പം അയാൾ എസനെ വാൺ ചെയ്തു, ഇനി മേലിൽ ഇതേപോലെ ത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അയാളോട് ചോദിക്കരുതെന്ന്. എസൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ടെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ നീ സീരിയസ് ആയിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? നിനക്ക് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് പൈസയ്ക്കല്ലേ നീ എന്നെ വിവാഹം കഴിക്കുന്നത്, പിന്നെന്താ ഇങ്ങനെ പറയുന്നതെന്ന്? എനിക്ക് പോകാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് പകരം എനിക്കൊരു ജോലി തരാമോ? വേലക്കാരിയായിട്ടോ നിങ്ങളുടെ കുട്ടികളെ നോക്കാനായിട്ടോ എന്തും ഞാൻ ചെയ്തോളാം. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഫാമിലിക്ക് ഒരു വേലക്കാരിയല്ല വേണ്ടത്, ഒരു മരുമകളെയാണ്. വേലക്കാരിയെ വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ടല്ലോ. അവളപ്പോൾ സമയം നോക്കുവാണ്. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുവാണ്, അന്ന് എന്താണ് സംഭവിച്ചത് ആ രാത്രിയിൽ? അപ്പോൾ അവൾ ഇതൊന്നും കേൾക്കാതെ വെളിയിലോട്ട് ഇറങ്ങി ഓടുവാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അയാൾ അവളുടെ പുറകെ വന്നെങ്കിലും മഴ പെയ്യുന്നത് കൊണ്ട് അയാൾ തിരിച്ചങ്ങ് കയറി. എസൻ അവിടേക്ക് ഓടിയെത്തിയപ്പോഴത്തേക്കിനും ആ ബോട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിരുന്നു. അങ്ങനെ ഗ്വാൻസിക്കിൻ്റെ അമ്മയും അമ്മുമ്മയും എല്ലാവരും ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോഴാണ് അവർ എസൻ ഗ്വാൻസിക് എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുന്നത് കാണുന്നത്. അവൾ ഗ്വാൻസിക് എന്ന് വിളിച്ചുകൊണ്ട് ആ പാലത്തിൻ്റെ അറ്റത്തേക്ക് ഓടിപ്പോകുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ അവൻ എസൻ്റെ ശബ്ദം കേൾക്കുവാണ്. പക്ഷേ ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ അങ്ങനെ അവളെ കണ്ടു. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. അവൾ അവിടെ ഇരുന്നു കരയുവാണ്. അവള് കടലിനോട് ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് നീ എന്നിൽ നിന്ന് എല്ലാം എടുത്തതെന്ന്. ഗ്വാൻസിക് ക്യാപ്റ്റനോട് പറയുവാണ് ഈ ബോട്ട് തിരിച്ചു വിടാനെന്ന്. പക്ഷേ അവനെ പുറത്താക്കുവാണ്. ക്യാപ്റ്റൻ ചോദിക്കുവാണ്, ഇവൻ വീണ്ടും എൻ്റെ ബോട്ടിൽ വന്നോന്ന്. കോച്ച് അവനെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുവാണ്, എന്ത് നിനക്ക് അവളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലേ, ചത്തുപോകുമോ എന്നൊക്കെ. ഇതേ സമയം എസൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് എസനെ തിരിച്ചു പോകാനായിട്ട് വിളിക്കുവാണ്. അപ്പം ഗ്വാൻസിക്കിൻ്റെ അനിയത്തി പറയുവാണ്, ചേട്ടൻ ബോട്ടിൽ നിന്ന് ചാടിയെന്ന്. എല്ലാവരും പേടിയോടെ നോക്കി നിൽക്കുവാണ്. ഗ്വാൻസിക്കിൻ്റെ അമ്മൂമ്മയാണെങ്കിൽ കുഴഞ്ഞു വീഴുന്നുണ്ട്. അവൻ കടലിൻ്റെ ആഴമോ ദൂരമോ ഒന്നും നോക്കുന്നില്ല. അവൻ്റെ മുന്നിൽ എസൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരുപക്ഷെ അവളില്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് തോന്നിയിട്ടായിരിക്കും ചാടിയത്. അങ്ങനെ ഒടുവിൽ അവൻ വലിയ സമുദ്രമൊക്കെ നീന്തി കടന്ന് അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവൻ ഓടി വന്ന് അവളെ ഹഗ് ചെയ്യുകയാണ്. എത്രയൊക്കെ ആരൊക്കെ വേർപ്പെടുത്തിയാലും യഥാർത്ഥ സ്നേഹത്തിന് മുന്നിൽ ഒരു നാൾ എല്ലാവരും തോൽക്കേണ്ടി വരുമെന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നു. ഇത് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അമ്മയും അമ്മുമ്മയും നോക്കി നിൽക്കും. വളരെ സന്തോഷമായിട്ടുണ്ട് എസന്റെ അമ്മയുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും. അടുത്ത സീനിൽ അവരോടിരുന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഗുവാൻസിക്കിന്റെ അനിയത്തിയാണ്. അവൾ എസന്റെ മകളോട് പറയുകയാണ്, ശരിക്കും നീ ജനിച്ചത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസത്തിന് ശേഷമാണെന്ന്. അവൾ അങ്ങനെ ഹസ്ബൻഡിനെ വിളിക്കുവാണ്. ഹസ്ബൻഡ് ആരാണെന്ന് ശരിക്കും ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. അത് നമ്മുടെ ഗുവാൻസിക്ക്. അവര് അനിയത്തിനെ പറഞ്ഞ് വീട്ടിലോട്ട് വിടുവാണ്. അടുത്ത സീനില് അവര് മകളുടെ അടുത്തിരിക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എൻഡ് ആവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലൈഫ്